വരും വരും ജനനായകൻ വരും 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 ജനനായകൻ വരും തരും 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 സമഗ്ര വികസനം തരും അഴീക്കോടുയരും അഴീക്കോട് വളരും ഇനി നമ്മുടെ ജനനായകൻ നികേഷ് കുമാർ MV നികേഷ് കുമാർ MV നികേഷ് കുമാർ LDF വരും എല്ലാം ശരിയാകും. എന്താണ് നമ്മുടെ അഴീക്കോട്? എന്തെല്ലാമാണ് നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ? മലബാറിന്റെ സാമ്പത്തിക തലസ്ഥാനമാകാൻ ഒരു കുതിപ്പ് വേണ്ടേ? കൈത്തറി ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് താങ്ങും തണലും വേണ്ടേ? മണ്ണിൽ വിത്തെറിഞ്ഞും കടലിൽ വലയെറിഞ്ഞും വിയർത്തു പണിയുന്നവന്റെ കണ്ണീരൊപ്പാൻ വേണം ഇവിടെ ഒരു സർക്കാർ. നമുക്ക് നല്ല വിദ്യാഭ്യാസവും തൊഴിലും ജീവിതവും വേണം. നല്ല മനുഷ്യരെ വാർത്തെടുക്കാൻ കേന്ദ്രങ്ങൾ ഇവിടെ ഒരുക്കാം. ഇവിടുത്തെ പൈതൃക നഗരവും അനുഷ്ഠാന കലകളും കലാകാരന്മാരും വിലമതിക്കാനാവാത്ത സ്വത്തുക്കളാണ്. വില കൊടുത്ത് വിഷം വാങ്ങി ഭക്ഷണമാക്കുന്ന മലയാളിയുടെ ശീലം മാറ്റാം. വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തണം. നമ്മുടെ പ്രകൃതിയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ 3029 കോടി രൂപ മതിപ്പ് ചെലവ് കണക്കാക്കിയിരുന്ന അഴീക്കൽ തുറമുഖത്തിന് വർഷാവർഷം കിട്ടുന്ന ചില്ലറ നാണയത്തുട്ടുകളല്ല വേണ്ടത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയ ഡ്രഡ്ജിങ്ങിനും 226 മീറ്റർ ദൈർഘ്യമുള്ള വാർഫിനും അവിടേക്കുള്ള 12 മീറ്റർ വീതിയുള്ള റോഡിനുമപ്പുറം വാഗ്ധോരണികൾ കൊണ്ട് എന്ത് അന്താരാഷ്ട്ര സാമ്രാജ്യമാണ് തീർത്തത്? വെറും 15 ഏക്കർ ഭൂമി കൊണ്ട് ഒരു യഥാർത്ഥ തുറമുഖമുണ്ടാകുമോ? കസ്റ്റംസ് ക്ലിയറൻസ് സംവിധാനമില്ലാതെ ചരക്ക് കയറ്റി അയക്കാനാകുമോ? ഒരു തുറമുഖത്തേക്ക് ചരക്കുകൾ കയറ്റാനും ഇറക്കാനും 2 കവാടങ്ങൾ വേണം. തുറമുഖം എന്തെന്നറിയാത്തവരാണ് ഇതാ ഇവിടെ ഗേറ്റ് പുതിയതാണ് എന്ന് പറയുക. ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ പ്രയത്നം വേണം. മേൽപ്പാലത്തിന്റെ പേരിൽ ബദൽ സഞ്ചാര സൗകര്യം ഏർപ്പെടുത്താതെ വർഷങ്ങളായി പാപ്പനശ്ശേരിയിലെ ജനങ്ങളെ ബന്ദികളാക്കി. കരാറുകാരനെ കുറ്റം പറയുന്നവരെയല്ല നമുക്ക് വേണ്ടത്. കുടിക്കാൻ ശുദ്ധജലമില്ലെന്ന് ജനം മുറവിളി കൂട്ടുമ്പോൾ കുപ്പിവെള്ളം കുടിച്ച് ഇവിടെ ശുദ്ധജലമാണെന്ന് ജനത്തെ പുച്ഛിക്കുന്നവരെ നമുക്ക് വേണ്ട. രാവിലെ വിളിച്ചുണർത്തുമ്പോൾ നേരം പുലർന്നില്ലെന്ന് പറഞ്ഞ് കണ്ണുമുറുക്കി അടച്ചുറങ്ങുന്ന കൊച്ചുകുട്ടികളെ പോലെയാണ് ചിലർ. എത്ര വെളിച്ചം എത്തിച്ചാലും നേരം പുലരാത്തവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരക്കാർ ഉണരുമ്പോൾ പറയാം നമുക്ക് ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 20 വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ സംവാദങ്ങളായിരുന്നു മുഖ്യം. വിവിധ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഇന്ന് ഞാൻ സംവദിക്കുന്നുണ്ട് ജനങ്ങളുമായി അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്. കഴിഞ്ഞ 5 വർഷത്തെ ദുർഭരണം കൊണ്ട് കേരളത്തെ കുട്ടിച്ചോറാക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വിധിയെഴുതാൻ ജനങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാത്തരം വർഗീയതയുടെയും വിത്തെറിഞ്ഞ് വിളവെടുക്കാൻ കാത്തിരിക്കുന്നവർക്കെതിരെയും ജനം വിധിയെഴുതും. ഒരു കാര്യം ഉറപ്പ്, ഇനി ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്കൊപ്പമുണ്ടാകും. ഇതെന്റെ വാക്ക്. വരും 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 ജനനായകൻ വരും 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 ജനനായകൻ വരും തരും 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 സമഗ്ര വികസനം തരും അഴീക്കോടുയരും അഴീക്കോട് വളരും ഇനി നമ്മുടെ ജനനായകൻ നികേഷ് കുമാർ MV നികേഷ് കുമാർ MV നികേഷ് കുമാർ LDF വരും എല്ലാം ശരിയാകും LDF വരും എല്ലാം ശരിയാകും.